CPM ജില്ലാ സെക്രട്ടറിയായി നിയമിച്ചതിന് പിന്നാലെ സെക്രട്ടേറിയറ്റിൽ നിന്ന് പടിയിറങ്ങിയ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷിനെ പുകഴ്ത്തിയത് മാത്രമേ ദിവ്യ S. അയ്യർക്ക് ഓർമ്മയുള്ളൂ. പിന്നാലെ വിമർശനം കൊണ്ട് മൂടി ദിവ്യ S. അയ്യരെ യൂത്ത് കോൺഗ്രസ് എയറിലാക്കി കഴിഞ്ഞു. കർണന് പോലും അസൂയ തോന്നുന്ന KKR കവചമെന്നായിരുന്നു മുഖ്യമന്ത്രിക്കൊപ്പമുള്ള രാഗേഷിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ദിവ്യ S. അയ്യർ പുകഴ്ത്തിയത്. രാഗേഷ് പ്രമോഷൻ കിട്ടിയിട്ട് പോവുകയായിരുന്നില്ല, മറിച്ച് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടാണ് രാഗേഷിന് പ്രമോഷൻ കിട്ടിയത്. ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ഇതിനെ പുകഴ്ത്തേണ്ട കാര്യമെന്നും ദിവ്യ S. അയ്യർക്കില്ല. ദിവ്യയുടെ നിലപാടിനെ തള്ളി ഭർത്താവും കോൺഗ്രസ് നേതാവുമായ K. ശബരിനാഥും രംഗത്ത് വന്നിട്ടുണ്ട്. രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ ദിവ്യ അഭിനന്ദിച്ചത് സതുദ്ദേശപരമെങ്കിലും അതിലൊരു വീഴ്ചയുണ്ടായി എന്നാണ് ശബരിയുടെ പ്രതികരണം. സർക്കാരിനെയും നയങ്ങളെയും അഭിനന്ദിക്കാം, പക്ഷേ രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ അഭിനന്ദിച്ചത് അതുപോലെയല്ല. അതിനാൽ തന്നെ ദിവ്യ നടത്തിയ പ്രതികരണം പെട്ടെന്ന് സർക്കാർ തലത്തിൽ നിന്ന് രാഷ്ട്രീയ തലത്തിലേക്ക് മാറി എന്നും അതുകൊണ്ടാണ് ഈ വിവാദം ഉണ്ടായതെന്നും ശബരിനാഥ് വിവരിക്കുന്നുണ്ട്. തൊട്ടു പിന്നാലെ കുറച്ചുകൂടി തീവ്രത കൂടിയ വിമർശനമാണ് കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ നിന്നുണ്ടായത്. പിണറായി വിജയന് പാദസേവ ചെയ്യുന്ന ഉദ്യോഗസ്ഥയാണ് ദിവ്യ S. അയ്യർ എന്നാണ് മുരളിയുടെ വിമർശനം. ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വിവാദമായ ഘട്ടത്തിൽ ദിവ്യക്കെതിരെ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ ഘടകം നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. AKG സെന്ററിൽ നിന്ന് നല്ല ശമ്പളം വാങ്ങുന്നതെന്ന് ഓർക്കണമെന്നായിരുന്നു പ്രതികരണം. യൂത്ത് കോൺഗ്രസിന്റെ പ്രതികരണം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ദിവ്യ S. അയ്യർ മറുപടിയുമായി രംഗത്ത് വന്നിരുന്നു. താൻ പറഞ്ഞത് സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള കാര്യമാണ് എന്നും ഒരാളെക്കുറിച്ച് നല്ലത് പറയുന്നത് എന്തിനാണ് മടിക്കുന്നത് എന്നുമായിരുന്നു ദിവ്യ S. അയ്യരുടെ ചോദ്യം. ആ പ്രതികരണത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എല്ലാവരും അപ്പമ്മ കാരണമാണെന്ന് ചിലപ്പോൾ പറയാൻ തോന്നുന്നു. കുട്ടിക്കാലത്ത് ഇങ്ങനെ നല്ല വാക്കുകൾ മാത്രം പറയുക, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക, ആരെയും അധിക്ഷേപിക്കരുത്, നാലാളുടെ മുന്നിൽ വെച്ച് ആരെയും അപമാനിക്കരുത്, നമ്മൾ കാരണം ആരും ഒരു മനുഷ്യനും വേദനിക്കരുത്, മുതിർന്നവരെ എപ്പോഴും ആദരപൂർവ്വം വേണം നോക്കിക്കാണുവാനും ബഹുമാനപൂർവ്വം വേണം അവരോട് പെരുമാറുവാനും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ നെഞ്ചിലേറുന്നത് വരെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരികയും അത് പ്രാവർത്തികമാക്കാൻ ഉള്ള ഒരു നിരന്തരമായിട്ടുള്ള ഒരു ശ്രമം അവരുടെ ജീവിത വഴികളിൽ കാണുകയും ചെയ്തിട്ടുള്ള ഒരു ബാല്യകാലമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആത്മാർത്ഥമായി അത് പ്രാവർത്തികമാക്കാൻ ഇക്കാലത്തോളം ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ആരും എല്ലാം തികഞ്ഞവരല്ല, നിറഞ്ഞവരല്ല. നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ എല്ലാവരിലും നന്മയുടെ വെളിച്ചമുണ്ടാകും. നമുക്കില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പഠിക്കാവുന്ന ഒരുപാട് ഗുണങ്ങൾ അവരിലൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല, അത്ര പ്രയാസകരമായ കാര്യമൊന്നുമല്ല. ആ കണ്ടെത്തുന്ന നന്മകൾ നമ്മൾ ആ നന്മ പരത്തുക എന്ന് പറയുന്നത് അതിലും പ്രയാസം ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ അത് നാലാളോട് പറയുക എന്ന് പറയുന്നതിൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാവേണ്ടതല്ല. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഒരുപക്ഷെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള വാക്കുകളിലുള്ള വിമർശനവും അല്ലെങ്കിൽ കൈപ്പേറിയ ചില പ്രതികരണങ്ങളും ഒക്കെ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്തിനാണെന്നോ, ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ, ഉത്തമ ബോധ്യത്തിൽ, എൻ്റെ കാഴ്ചപ്പാടിലൂടെ ചില മനുഷ്യരിൽ ഞാൻ കണ്ടെത്തിയ നന്മ എന്താണ്, അവരിലെ ഗുണം എന്താണ് എന്നുള്ളത് ഞാൻ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. എത്ര വിചിത്രമായ ലോകമാണെന്ന് എനിക്ക് ചിലപ്പോ ചിന്തിക്കേണ്ടി വരുന്നുണ്ട്.